നമസ്കാരം. പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുടെ കൊല തുടരുകയാണ്. വേദനയുടെ നൊമ്പരങ്ങളുടെ വാർത്തകൾ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തുവരുന്നത്. ലാഹോറിലെ മാലിന്യശേഖരണം വൈകിയതിൽ അസ്വസ്ഥനായ മുസ്ലിം കുടുംബം 35-കാരനായ ക്രിസ്ത്യൻ ശുചിത്വ തൊഴിലാളി യാസിർ മസിഹിനെ മണിക്കൂറുകളോളം പൊള്ളുന്ന ചൂടിൽ മർദ്ദിക്കുകയും ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്ത വാർത്ത ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. ലാഹോറിലെ ഗുജർപുര ഏരിയയിൽ 35-കാരനായ ശുചീകരണ തൊഴിലാളിയെ തെരുവിലെ കസേരയിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ തൊഴിലാളികളോടുള്ള പാകിസ്ഥാനിലെ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ മനോഭാവം ഈ സംഭവം കൂടുതൽ തുറന്നു കാട്ടുന്നുണ്ട്. ശുചീകരണ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളെ പലപ്പോഴും ചുഹ്ര, അതായത് താഴ്ന്ന ജാതി എന്നാണ് വിളിക്കുന്നത്. ഇത് ശുചിത്വ തൊഴിലാളികൾക്കായി നീക്കിവെച്ചിരിക്കുന്ന ഒരു അപകീർത്തികരമായ പദമാണ്. ചരിത്രപരമായി തൂപ്പുകാരുമായി ബന്ധപ്പെട്ടിരുന്ന ഉപഭൂഖണ്ഡത്തിലെ ഹിന്ദു ചുഹ്ര ജാതിയിലെ അംഗങ്ങളായ അവരുടെ ഭൂതകാലത്തെ ഇത് പരാമർശിക്കുന്നുണ്ട്. അവരിൽ പലരും ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനികളിലേക്കും പരിവർത്തനം ചെയ്തുവെങ്കിലും അതേ അവഹേളനം തുടർന്നും അനുഭവിക്കുകയാണ്. നിന്ദ്യവും മലിനമാക്കുകയും ചെയ്യുന്ന ജോലികളിലേക്ക് അവർ തരം താഴ്ത്തപ്പെടുകയാണ്. പാകിസ്ഥാനിലെ റോഡ് സ്വീപ്പർമാരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. അവർ വലിയ യാതനയാണ് ഏറ്റുവാങ്ങുന്നത്. മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതിന്റെ പേരിൽ ചൈനയും പാകിസ്ഥാനും മുൻപന്തിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ചൈനയിലെ നിരവധി മതഗ്രൂപ്പുകളിലെ അംഗങ്ങൾ വംശീയ ഉയ്ഗൂർ, കസാക്കുകൾ, മറ്റു മുസ്ലിങ്ങൾ, ടിബറ്റൻ ബുദ്ധമതക്കാർ, കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റുകൾ, അതുപോലെ തന്നെ ഫാലൂൺ ഗോങ് എന്നിവർ ഉൾപ്പെടെ കടുത്ത പീഡനവും അടിച്ചമർത്തലുമാണ് നേരിടുന്നത്. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, അഹമ്മദിയകൾ, മറ്റ് വംശീയ വിഭാഗങ്ങൾ തുടങ്ങിയ മതന്യൂനപക്ഷങ്ങൾ വിവേചനപരമായ നിയമങ്ങളിലൂടെയോ ആചാരങ്ങളിലൂടെയോ ഒക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട യുവതികൾക്കും പെൺകുട്ടികൾക്കും സംരക്ഷണം ലഭിക്കാത്തതിൽ ഈയടുത്ത് UN വിദഗ്ധർ അതീവ ഗൗരവകരമായി ഇടപെട്ടിരുന്നു. ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനം, തട്ടിക്കൊണ്ടുപോകൽ, കടത്ത്, നേരത്തെയുള്ളതും നിർബന്ധിതവുമായ വിവാഹം, ഗാർഹിക അടിമത്തം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേകിച്ച് ഇരയാകുന്നുവെന്നാണ് വിദഗ്ധർ പറഞ്ഞത്. മതന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട യുവതികളും പെൺകുട്ടികളും ഇത്തരം ഹീനമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്നതും അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതും ഇനി വെച്ചുപൊറുപ്പിക്കാനാകില്ല, അത് ന്യായീകരിക്കാനാകില്ല എന്നാണ് അധികൃതർ പറയുന്നത്. തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ തിരികെ മാതാപിതാക്കൾക്ക് നൽകാൻ അനുവദിക്കുന്നതിന് പകരം അവരെ തട്ടിക്കൊണ്ടുപോയവരുടെ അടുത്ത് തന്നെ താമസിപ്പിക്കുന്നതിനെ ന്യായീകരിക്കാൻ പലപ്പോഴും മതനിയമം പ്രയോഗിക്കുന്നതിൽ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രണയവിവാഹങ്ങളുടെ മറവിൽ പോലീസ് കുറ്റകൃത്യങ്ങൾ തള്ളിക്കളയുന്നതിനാൽ കുറ്റവാളികൾ പലപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ്. എന്നാൽ മതപരമോ സാംസ്കാരികപരമോ ആയ കാരണങ്ങളാൽ ശൈശവ നിർബന്ധിത വിവാഹങ്ങൾ ന്യായീകരിക്കാനാവില്ലെന്നാണ് UN വിദഗ്ധർ ഊന്നിപ്പറഞ്ഞത്. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് ഇര 18 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരിക്കുമ്പോൾ സമ്മതത്തിന് പ്രസക്തിയില്ല എന്ന് അടിവരയിടുന്നുണ്ട്. ഇണയെ തിരഞ്ഞെടുക്കാനും സ്വതന്ത്രമായി വിവാഹത്തിൽ പ്രവേശിക്കാനുമുള്ള ഒരു സ്ത്രീയുടെ അവകാശം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവളുടെ ജീവിതത്തിന്റെയും അന്തസ്സിന്റെയും സമത്വത്തിന്റെയും കേന്ദ്രമാണ്. അത് നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുകയും ഉയർത്തിപ്പിടിക്കുകയും വേണമെന്നാണ് UN പറഞ്ഞത്. നിർബന്ധിതരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അർഹമായ പരിഗണന നൽകിക്കൊണ്ട് നിർബന്ധിത വിവാഹങ്ങൾ അസാധുവാക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യുന്നതിനും ഇരകൾക്ക് നീതി, പ്രതിവിധി, സംരക്ഷണം, മതിയായ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥകളുടെ ആവശ്യകതയും അധികൃതർ ഊന്നിപ്പറയുന്നുണ്ട്. 2022 സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിനിടെ വീട്ടിൽ നിന്ന് തോക്കിൻ മുനയിൽ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി മിഷാൽ റഷീദ് ഉൾപ്പെടെയുള്ള നിർബന്ധിത മതപരിവർത്തന കേസുകൾ UN വിദഗ്ധർ എടുത്തു കാണിക്കുന്നുണ്ട്. 2024 മാർച്ച് 13-ന് 13 വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും വിവാഹ സർട്ടിഫിക്കറ്റിൽ അവളുടെ പ്രായം 18 എന്ന് രേഖപ്പെടുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയ ആളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ICCPR-ന്റെ 18-ാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ അതിന്റെ ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കുകയും നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കുകയും വേണം. അധികാരികൾ, പാക് ഭരണകൂടത്തിലെ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളുടെ സ്വതന്ത്രവും പൂർണ്ണവുമായ സമ്മതത്തോടെ മാത്രമേ വിവാഹ കരാറിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. പെൺകുട്ടികൾ ഉൾപ്പെടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 18 ഉയർത്തണമെന്നും പാകിസ്ഥാൻ അധികാരികൾ നിയമങ്ങൾ നടപ്പിലാക്കുകയും കർശനമായി കാര്യങ്ങൾ ഉറപ്പാക്കുകയും വേണമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ, ഹിന്ദു സമുദായങ്ങളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റു മതങ്ങളും വിശ്വാസങ്ങളും ഉൾപ്പെടെ എല്ലാ സ്ത്രീകളോടും പെൺകുട്ടികളോടും പുരുഷന്മാരോടും വിവേചനമില്ലാതെ പെരുമാറണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളുടെ നേരത്തെയുള്ളതും നിർബന്ധിതവുമായ വിവാഹം, ന്യൂനപക്ഷത്തിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, കടത്തൽ എന്നിവയ്ക്കെതിരെ നിലവിലുള്ള നിയമപരിരക്ഷകൾ നടപ്പിലാക്കാനും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കാനും UN പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
മതന്യൂനപക്ഷങ്ങളെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും പറഞ്ഞത്. ഭീഷണിപ്പെടുത്തൽ, മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവാദികളായ എല്ലാവരെയും അന്വേഷിക്കാനും ഉചിതമായ വിചാരണ ചെയ്യാനും പാകിസ്ഥാനിലെ ഫെഡറൽ പ്രവിശ്യ ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ സെറ്റിൽമെന്റിൽ നൂറുകണക്കിന് ആളുകൾ ആക്രമണം നടത്തി. സമുദായത്തിലെ 2 അംഗങ്ങൾ നിന്ന നടത്തിയെന്ന് ആരോപിച്ച് കല്ലുകളും വടികളുമായി സായുധരായ ജനക്കൂട്ടം നിരവധി പള്ളികളും ഡസൻ കണക്കിന് വീടുകളും സെമിത്തേരികളും അടിച്ചു തകർത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അഹമ്മദിയ സമുദായത്തിന്റെ പീഡനം പാകിസ്ഥാൻ നിയമത്തിൽ ഉൾച്ചേർക്കുകയും പാകിസ്ഥാൻ സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ വലിയ വേദനയാണ്, യാതനയാണ് അനുഭവിക്കുന്നത്. പാകിസ്ഥാന്റെ കൊടും ചതികൾ ലോകം ഞെട്ടലോടെ തന്നെയാണ് കേൾക്കുന്നതും.